കേരള ബാങ്കിന്റെ ഹെഡ് ഓഫീസും ഷോപ്പിംഗ് കോംപ്ലക്സും ഗംഭീരമായിരുന്നു. എല്ലാ പണിയും തുടങ്ങിയത് വലിയ പ്രതീക്ഷയിലാണ്. പക്ഷെ ഒരു പ്രേതാലയം പോലെ ഇങ്ങനെ കാട് കയറി നശിക്കുകയാണ് ആലപ്പുഴ കല്ലുപാലത്തെ കേരള ബാങ്കിന്റെ കെട്ടിടം. ഒരു ആശ്വാസമുള്ളത് അവിടെ ലഹരി സംഘത്തിന്റെ കേന്ദ്രമാണ് എന്നുള്ളതാണ് ലഹരിക്കാർക്ക് ആശ്വാസമുള്ളത്. ഇതുവരെ അവിടെ ഉണ്ടായത് 4 അസ്വാഭാവിക മരണങ്ങളാണ്. വിജിലൻസ് അന്വേഷണത്തിലും നിയമക്കുരുക്കിലും അകപ്പെട്ടാണ് നിർമ്മാണം നിലച്ചത്. തടസ്സങ്ങൾ നീങ്ങിയെങ്കിലും പിന്നീട് പണി പുനരാരംഭിച്ചില്ല. പണി പൂർത്തിയാക്കാൻ ഉദ്ദേശമില്ലേ എന്നാണ് ചോദ്യം. ശരത് SS ചേരുന്നു. ശരത്, ആ കെട്ടിടം കാണുമ്പോൾ തന്നെ നമ്മളത് നെഞ്ച് ഇടിയുന്നുണ്ട്. ഇതെല്ലാം പൊതുമുതലാണല്ലോ. എന്തുകൊണ്ടാണ് ഈ കെട്ടിടം ഇങ്ങനെ പാതി വഴിയിൽ നിലച്ചു നിൽക്കുന്നത്? ആ കെട്ടിടം പൂർത്തിയാക്കാൻ ഒരു ഉദ്ദേശവുമില്ലേ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നിലവിൽ അതായത് ആലപ്പുഴ നഗരത്തിൽ സർക്കാർ ചെലവിൽ കോടികൾ മുടക്കി നിർമ്മിച്ച പ്രേതാലയവും സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രവും ലഹരി സംഘത്തിന്റെ താവളവും ഒക്കെ ആ ഒരു കെട്ടിടമാണ് നിലവിൽ ഈ കേരള ബാങ്കിന്റെ ആസ്ഥാന മന്ദിരമായി നിർമ്മിക്കാൻ വേണ്ടി ഒരുങ്ങിയ ഈ കെട്ടിടം. അതായത് നിലവിൽ ഇപ്പോൾ ലഹരി സംഘത്തിന് ഒളിച്ചു നിൽക്കാനും ലഹരി മറ്റും ഉപയോഗിക്കാനും ഒക്കെ തന്നെയുള്ള ഒരു കേന്ദ്രമായി കെട്ടിടം മാറി 7 നില കെട്ടിടമാണ്. 2010 ഇത്തരത്തിൽ ഈ കെട്ടിടത്തിൽ കരാർ വെച്ചത്. അതായത് ജില്ലാ സഹകരണ ബാങ്കിൽ സൗകര്യം കുറവ് മൂലം ഇത്തരത്തിലൊരു പുതിയ കെട്ടിടം, പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി കരാർ വെക്കുകയും ചെയ്തു. അതിനുശേഷം ജി സുധാകരൻ സഹകരണ മന്ത്രിയായ സമയത്താണ് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 2 വർഷത്തിനകം നിർമ്മാണം നിലവിൽ കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് ആ സമയത്ത് വിജിലൻസിൽ ഒരു പരാതി വന്നു. അതായത് ഇവിടെ നിന്ന് അനധികൃതമായി മണൽ കടത്തുന്നു, കരാർ കമ്പനിക്ക് അത്തരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ തുക നൽകി തുടങ്ങിയതായിരുന്നു വിജിലൻസിന് മുൻപിലെത്തിയ പരാതി. ആ പരാതിയിൽ പിന്നീട് അന്വേഷണം നടക്കുകയും ചെയ്തു. ഒടുവിൽ അന്വേഷണം വിജിലൻസ് ആ ആരോപണം തള്ളുകയും ചെയ്തു. പക്ഷേ പിന്നീട് പണി പുനരാരംഭിച്ചില്ല. സർക്കാർ ഭരണം മാറി. 2010 ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. ആ ഘട്ടത്തിൽ പിന്നീട് നിലച്ചു പോകുന്ന സാഹചര്യം. പിന്നീട് 15 വർഷമായി ഈ അവസ്ഥയിലാണ് ഈ കെട്ടിടം. നിലവിലിപ്പോൾ ഈ കെട്ടിടം ഈ നാട്ടുകാർക്ക് ഉപയോഗമില്ല എന്നതിനപ്പുറം നാട്ടുകാർക്ക് ഏറ്റവും ഭീഷണിയാകുന്നു, വെല്ലുവിളിയാകുന്നു എന്നുള്ളത്. അതായത് നിലവിലിപ്പോൾ ലഹരി സംഘത്തിന്റെ പ്രധാന കേന്ദ്രമായി നഗരത്തിലെ ഈ കെട്ടിടം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. 4 മരണങ്ങളാണ് ഈ കെട്ടിടത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. പലരും മരിച്ചിട്ടുള്ളത് മദ്യപാനവും മറ്റ് ലഹരി ഉപയോഗിക്കുന്നതിനിടയിലും കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്ന് താഴേക്ക് വീണ് ആ രീതിയിലാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ നാട്ടുകാർക്ക് പോലും ഭീഷണിയാകുന്നു. ഒപ്പം തെരുവു നായ്ക്കളുടെയും മറ്റ് സാമൂഹിക വിരുദ്ധരുടെയും ഒക്കെ തന്നെ കേന്ദ്രമായി ഈ കെട്ടിടം മാറുന്നു എന്നുള്ളതാണ്. നമുക്കൊപ്പം ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഇതൊക്കെ നേരിൽ കണ്ട ഇവിടെ സമീപത്തുള്ള ചുമട്ട് തൊഴിലാളികളുണ്ട്. ഈ കെട്ടിടം എത്ര വർഷം മുമ്പാണ് തുടങ്ങിയത്? എന്താണ് നിലവിൽ അവസ്ഥ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2010 ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അതീവ ശല്യമാണ്. പിന്നെ നായ്ക്കളുടെ ശല്യമുണ്ട്. ജനങ്ങൾക്ക് വഴി നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ കെട്ടിടം കൊണ്ട് വന്നിരിക്കുന്നത്. 4 മരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് സംഭവം? 4 മരണങ്ങളെന്ന് പറഞ്ഞാൽ മദ്യപാനം മൂലമാണ് ഈ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അത് ലിഫ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു വലിയൊരു കുഴിയുണ്ട്. ആ കുഴിയിലോട്ട് വീണാണ് ഒരാൾ മരിച്ചിരിക്കുന്നത്. 2 പേരും അതിൻ്റെ അകത്ത് വെള്ളക്കെട്ടിൽ വീണാണ് മരിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ടവരോട് നിങ്ങൾ ഇക്കാര്യം സംസാരിച്ചിരുന്നു? എന്താണ് ഇതിന്റെ പണി പുനരാരംഭിക്കുന്നത്? ഇതിന് ബന്ധപ്പെട്ടവരെല്ലാം വന്ന് നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല. നിലവിൽ ഈ രീതിയിലാണ്. അതായത് പലരും ഇത് പണി പുനരാരംഭിക്കാതെ പരാതിയൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇതുവരെയും പരിശോധിക്കാനോ പുനരാരംഭിക്കാനോ ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. 15 വർഷമായി കെട്ടിടം ഉപയോഗശൂന്യമായി ഉപദ്രവമായി നാടിന് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ കെട്ടിടം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇതിവിടെ കാട് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നീട് നഗരസഭ തന്നെയാണ് ഇത് ഇത്തരത്തിൽ വെട്ടി ക്ലീൻ ആക്കിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ്. പലപ്പോഴും രാത്രി സമയത്ത് സ്ത്രീകൾക്ക് പോലും ഈ വഴി കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യം. പൊതുജനങ്ങൾക്ക് തെരുവു നായകളുടെ ശല്യം രൂക്ഷം. ഒപ്പം ലഹരി മറ്റ് സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമൊക്കെ പല ഘട്ടത്തിൽ നഗരസഭയ്ക്ക് പരാതി നൽകി. സാമൂഹ്യ വിരുദ്ധരോടൊക്കെ എന്ത് കരുതലാണ്. നോക്കൂ, എത്രയെത്ര സ്ഥലങ്ങളാണ് സാമൂഹ്യ വിരുദ്ധർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. യൂസഫ് അലിയൊക്കെ ഇവിടെ ലുലു മാളിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നിർമ്മാണം തുടങ്ങിയ ഒരു സർക്കാരിന്റെ പ്രോജക്റ്റാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതാണ് പിടിപ്പുകേട് എന്ന് നമ്മൾ പറയുന്നത്. മാത്രമല്ല, സമൂഹത്തിന് ഭീഷണിയായി ഇത്തരം കെട്ടിടങ്ങൾ മാറുന്നു എന്ന തിരിച്ചറിവിലും വിവരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടർ TV ഈ അന്വേഷണം ആരംഭിച്ചത്. ആദ്യം നമ്മൾ ഒരിടത്ത് തുടങ്ങിയതാണ്. തുടങ്ങിയപ്പോൾ പരാതികളോട് പ്രളയമാണ്.
ഇത് ഒരു ദിവസം ടെലികാസ്റ്റ് ചെയ്താലും തീർത്താൽ തീരാത്ത തരം ഇത്തരത്തിലുള്ള ഭാർഗവി നിലയങ്ങൾ കേരളത്തിന്റെ വിവിധയിടങ്ങളിലുമുണ്ട്.